ചെമ്പ്ളാവ് യങ് മെൻസ് ലൈബ്രറിയിൽ റിപ്പബ്ലിക് സദസ്സ് നടത്തി. ഇന്ത്യ റിപ്പബ്ലിക്കായതിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ആഹ്വാനപ്രകാരമാണ് പരിപാടി സംഘടിപ്പിച്ചത്. മീനച്ചിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി റോയി ഫ്രാൻസിസ് റിപ്പബ്ലിക് സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് ബോബി മാത്യു അധ്യക്ഷനായിരുന്നു. കിഴങ്ങൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ബിന്ദു രമേശ്, പഞ്ചായത്ത് അംഗങ്ങളായ ജിൽസി ജോസഫ്, അഡ്വക്കേറ്റ് ജിഷ്ണ കെ ബിനീജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വിജ്ഞാന വികസനം തുടരട്ടെ, സോദരത്വം പുലരട്ടെ എന്ന വിഷയത്തെക്കുറിച്ച് പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ മാത്യു എം കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറി സെക്രട്ടറി വിജയൻ ടി എസ്, സജി പി ബി എന്നിവർ സംസാരിച്ചു. ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ഒന്ന് തലപിടിക്കാനായിട്ട് തൊട്ടുപിടിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാജയം. അതുകൊണ്ട് പരാജയം തന്നെ നമുക്കൊരു അറിവ്. ഈ ഒരു വാർത്ത തന്നെ നമ്മൾ വിചാരിക്കും, നമ്മൾ ചിലർ സഹതപിക്കും, ചിലർ കുറ്റപ്പെടുത്തും, അല്ലേ, അവിടെ തീർന്നു. പക്ഷെ ഇതിൽ നിന്ന് നമുക്കൊരു ദൂതും. കുഞ്ഞുമക്കളെ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അത് കഴിഞ്ഞ് നമ്മളുടെ ഒക്കെ ജീവിതത്തെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത്. ഗാസിയാബാദിൽ നിന്നായിരുന്നു, അല്ലേ. 14 12 വയസ്സുള്ള പെൺകുട്ടികൾ എന്ത് ചെയ്തു? 9ാം തീയതി അയച്ചു കയറി. നിങ്ങൾ അറിയാതെ പോവുകയാണ് ഈ വാർത്തകൾ. റീൽസിലൂടെ പോകുമ്പോൾ, സോഷ്യൽ മീഡിയയുടെ മറ്റു പേജുകളിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ പോകുമ്പോൾ നിങ്ങൾ ഈ വാർത്തകളൊക്കെ നിങ്ങളുടെ കണ്ണിൽ പെടുന്നില്ല. ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം വായിക്കാനായിട്ട് സംരംഭ്യമാകുന്ന സങ്കേതങ്ങളായിട്ട് സോഷ്യൽ മീഡിയ മാറിക്കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ പിടിച്ചു നിർത്താൻ ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ.